ഞാൻ വരാം ഹാഷ്മി. ഇപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരികയാണ്. ഷഫീദ് റൌത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഇന്നലെ തന്നെ ഈ റിട്ടയർഡ് മേജർ ജനറൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ ഡ്രോൺ പരിശോധന എന്ന് പറയുന്നത് ഈ ലോറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് കണ്ടെത്തുവാനുള്ളതാണ്. അതല്ലാതെ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ, ജീവനോടെ ഉണ്ടോ അല്ലാതെ ഉണ്ടോ എന്നത് ഈ പരിശോധനയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗമല്ല. അത് തെർമൽ ഇമേജർ വഴിയാണ് ആ പരിശോധന നടക്കേണ്ടത് എന്നാണ്. അത് ബോഡി ടെമ്പറേച്ചർ കിട്ടുമോ അതിനനുസരിച്ചാണ് ഈ തെർമൽ ഇമേജർ വഴിയുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുക എന്നായിരുന്നു. ഇപ്പോൾ വരുന്ന സൂചനകൾ ഒട്ടും ശുഭകരമല്ല. വിജയകുമാർ, ഷഫീദ് വരുന്നത് ഒരു വിശദാംശങ്ങൾ നൽകുമെന്ന് കരുതുന്നു. വിജയകുമാർ, ഈ തെർമൽ ഇമേജർ ഉപയോഗിച്ചുള്ള വിവരങ്ങൾ എന്താണ് കിട്ടുന്നതെന്നാണ് പ്രാരംഭമായി കിട്ടുന്ന സൂചന? സിഗ്നേച്ചർ ടു ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് എ ബോഡി ഹീറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ തെർമൽ ഇമേജിങ്ങിൽ ഏതെങ്കിലും ഒരു ബോഡി ഹീറ്റ് അവിടെ കണ്ടെത്തിയിട്ടില്ല എന്ന് വച്ചാൽ മനുഷ്യരുടെ ഏതെങ്കിലും ഒരു സാന്നിധ്യം ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട വിവരമാണ് ഷഫീദ് റൌത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. അനദർ അറ്റംപ്റ്റ് വിൽ ബി മെയ്ഡ് ഇൻ നൈറ്റ് കണ്ടീഷൻസ് ഇൻ കൂളർ ടെമ്പറേച്ചർ. അപ്പോൾ രാത്രിയിൽ ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്, അതൊന്നുകൂടി ഉറപ്പിക്കാൻ എന്ന വിവരം വരുന്നു. ഒരു പക്ഷേ നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഡ്രോൺ മൗണ്ടഡ് തെർമൽ ഇമേജിംഗ് ഓഫ് സൈറ്റ്സ് ഡിഡ് നോട്ട് റിവീൽ എനി സിഗ്നേച്ചർ ടു ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് ബോഡി ഹീറ്റ് എന്നാണ് പറയുന്നത്. അനദർ അറ്റംപ്റ്റ് വിൽ ബി മെയ്ഡ് ഇൻ നൈറ്റ് കണ്ടീഷൻ ഇൻ കൂളർ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഉള്ളതായി വിജയകുമാർ വരാം. ഷഫീദ് റൌത്തറിന്റെ ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, ഈ തെർമൽ ഇമേജറുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ ഡ്രോൺ പരിശോധന, ഐബോർഡ് ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം ഇതാണ്. ഡ്രോൺ മൗണ്ടഡ് തെർമൽ ഇമേജിംഗ് ഓഫ് സൈറ്റ്സ് ഡിഡ് നോട്ട് റിവീൽ എനി സിഗ്നേച്ചർ ടു ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് ബോഡി ഹീറ്റ്. അതായത് ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ തെർമൽ ഇമേജിംഗ് ഓഫ് സൈറ്റ്സ് അതിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അനദർ അറ്റംപ്റ്റ് വിൽ ബി മെയ്ഡ് ഇൻ നൈറ്റ് കണ്ടീഷൻസ് ഇൻ കൂളർ ടെമ്പറേച്ചർ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തും, ഒരു കൂളർ ടെമ്പറേച്ചറിൽ ഡ്രോൺ പരിശോധന നടത്താനുള്ള ഒരു നീക്കം, അങ്ങനെ ഒരു തീരുമാനം ഔദ്യോഗികമായി ഇപ്പോൾ അവർ എടുത്തിട്ടുണ്ട്. അതായത് ഡ്രോൺ പരിശോധനയിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു നിരാശ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കൊരു കൃത്യമായ സ്വഭാവത്തിൽ ഒരു പ്രിസൈസ് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സിഗ്നൽസ് റിസീവ് ചെയ്യുന്നില്ല. അത് സ്വാഭാവികമായും വേണു, അത് ഇവിടുത്തെ ഈ പരിസരത്തെ ബാക്കി വേവിങ്ങിന്റെ അടക്കമുള്ള ഫലം കൊണ്ടായിരിക്കാം എന്നുള്ളൊരു സൂചന കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബഹളങ്ങളും ഈ ചുറ്റുപാടുകളും ഒക്കെ ഒന്ന് ശാന്തമായി കഴിഞ്ഞ്, അതേപോലെ തന്നെ നദി ഈ ഒരു കൂളർ ടെമ്പറേച്ചറിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തും. രാത്രിയിൽ വീണ്ടും ഡ്രോൺ പ്രത്യേക പരിശോധന നടത്തും എന്നുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഐബോർഡ് പരിശോധനയുടെ ഒരു പ്രത്യേകത, ഒരു സവിശേഷതയായി പറയപ്പെടുന്നത്, അതിൽ ഈ ഡ്രോണിലൂടെ, ഈ ഐബോർഡ് വെച്ചുകൊണ്ടുള്ള ഡ്രോണിലൂടെയുള്ള പരിശോധന, ഐബോർഡിൽ നിന്ന് റേഡിയോ സിഗ്നലുകളാണ് താഴേക്ക് പോവുക. അതിൽ നിന്ന് സിഗ്നലുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം വഴി അതിൻ്റെ പരിശോധന സൂക്ഷ്മമായി നടക്കുന്നു. അത് കരയിൽ തന്നെയുള്ള ടെൻറ്റിലാണ്, ആ കൺട്രോൾ റൂമിൽ അതിൻ്റെ പരിശോധന നടക്കുന്നത്. അങ്ങനെ സൂക്ഷ്മവും ശാസ്ത്രീയമായ വിലയിരുത്തലാണല്ലോ ഈ ഐബോർഡ് പരിശോധന. അങ്ങനെ വരുമ്പോൾ അവ്യക്തമായ ചില കാര്യങ്ങളെന്ന് പറഞ്ഞത് ഒഴിയാൻ കഴിയുമോ? കുറെ കൂടെ സൂക്ഷ്മമായ വിവരങ്ങളല്ലേ ഈ വരുന്നത്? നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂക്ഷ്മ വിവരം തന്നെയാണ്. പക്ഷേ അപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ഇന്ദ്രപാലൻ സാറുമായി സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വീണ്ടും പരിശോധന നടത്തണം. മാത്രമല്ല ഈ 3 സ്പോട്ടുകൾ, ഡിറ്റക്ട് ചെയ്ത 3 സ്പോട്ടുകളിലും സമാനമായ രീതിയിൽ പരിശോധന നടത്തി അത് ഉറപ്പിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ഒരു മെറ്റാലിക് സാന്നിധ്യം, മെറ്റാലിക് പ്രസൻസ് മാത്രമാണ് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ക്യാബിൻ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ ഡൈപോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രമെടുക്കാനുള്ള കാര്യത്തിലും ഒരു ഹൈലി സെൻസിറ്റീവ് ട്രാൻസ് റിസീവർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സിഗ്നൽസ്, റേഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്തത്. പക്ഷെ അപ്പോഴും തിരികെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഡ്രോൺ പരിശോധനാ സംഘത്തലവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അപ്പോൾ വീണ്ടും വീണ്ടും ദുഷ്കരമാകുന്നു. അതിനപ്പുറത്തേക്ക് വേണു, ഇതിനകത്ത് കുറേയധികം കൂടി ഈ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കിടക്കുന്നത്, അതിനെ തുളച്ച് കയറാൻ കഴിയുന്ന ശേഷി, ഫ്രീക്വൻസി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ കൂളർ ടെമ്പറേച്ചറിൽ ഈ സാധ്യത, ഈ തെർമൽ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള സാധ്യത അത് നോക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും മനുഷ്യ സാന്നിധ്യം ഇതുവരെ ആ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ആ പരിശോധന തുടരും. ആ രാത്രിയിൽ ഒരു കൂളർ കണ്ടീഷനിൽ ആ പരിശോധന തുടരാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. വേണു. ശരി, ഷഫീഖ് തുടരുക. വിജയകുമാറുണ്ട്. വിജയകുമാർ, ഈ തെർമൽ ഇമേജിങ്ങിലൂടെ ഇപ്പോൾ വരുന്ന പ്രാരംഭ സൂചന എന്ന് പറയുന്നത്
അവിടെ ഈ സജീവമായ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ അർജുൻ്റെ വീട്ടുകാർ തന്നെ ആശങ്കപ്പെടുന്നത് പോലെ ജീവനോട് അർജുനെ കിട്ടാനുള്ള സാഹചര്യമില്ല എന്ന സൂചന വരുന്നു. അതല്ല എങ്കിൽ അതിനകത്ത് അർജുൻ ഇല്ല. ഈ രണ്ട് സാധ്യതകളാണോ നിലവിൽ ഇപ്പോൾ മുന്നിലുള്ളത്? അതെ, അത് തന്നെയാണ് വേണു താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആ രണ്ട് സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പേർട്ട് അഭിപ്രായം പറയേണ്ട വിഷയമാണ്. ഒരു ഇക്കാര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ തന്നെ അഭിപ്രായം പറയേണ്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഈ തരത്തിലുള്ള രക്ഷാദൗത്യം എന്നത് വളരെ റെയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത പല പല പുതിയ സാങ്കേതിക വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൽ കുറെ കൂടി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ അഭിപ്രായം പറയേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യരുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള പരിശോധനകളിൽ സ്ഥിരീകരിക്കുന്നത് ഈ അണ്ടർ വാട്ടർ, അതുപോലെ തന്നെ ഡീപ്പ് സോയിൽ, ഇവിടെയൊക്കെയുള്ള മനുഷ്യ സാന്നിധ്യം പരിശോധിക്കുന്നത് തെർമൽ ഇമേജ് സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് തന്നെയാണ് ആ പരിശോധനയുടെ റിസൾട്ടായി വരുന്നത്. പക്ഷെ അത്തരമൊരു സൂചന, അത്തരമൊരു വിവരം ഈ പരിശോധനയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഔദ്യോഗികമായി ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവർ തന്നെ അറിയിക്കുകയാണ്. പക്ഷേ അവരത് വീണ്ടും ഒരു ഘട്ടം കൂടി അടുത്ത പശ്ചാത്തലത്തിൽ രാത്രിയിലെ കുറെ കൂടി തണുത്ത ജലോപരിതലത്തിന് താഴെ ആ പരിശോധന തുടരുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സെക്കൻഡ് ഒപ്പീനിയൻ അവരെടുക്കാൻ ശ്രമിക്കുന്നു എന്നാകും അതിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു പക്ഷേ ഈ തിടുക്കത്തിലുള്ള വാർത്താ സമ്മേളനവും ഒക്കെ അതിൻ്റെ ഭാഗം കൂടിയാകാം എന്ന് കരുതുന്നു. ആ സമയത്ത് അതിൽ കുറെ കൂടി ക്ലാരിറ്റി, ഒരു സ്ഥിരീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. ഈ പരിശോധന ഇപ്പോൾ ഈ ലോറിയുടെ ക്യാബിൻ നമ്മൾ തെരഞ്ഞത് തന്നെ ലോറിയുടെ ക്യാബിനല്ല നമുക്ക് പ്രധാനം, ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതായിരുന്നു നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലോറിയുടെ ക്യാബിൻ തിരയുകയും അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക്, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ക്യാബിന് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യവും നമ്മളുടെ ഈ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല, ആ ലോറിക്കും ഉണ്ടായിരുന്നില്ല. അതിൽ ഒറ്റ കാര്യമാണ് നമുക്കുണ്ടായിരുന്നത്, അർജുൻ എവിടെ, അദ്ദേഹം അതിലുണ്ടോ, അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നതായിരുന്നു അറിയേണ്ടത്. എങ്ങനെ അദ്ദേഹത്തെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാം എന്നതായിരുന്നു നമ്മളുടെ ഈ ദിവസങ്ങളിലെ മുഴുവൻ ആലോചനയും ചിന്തയും നീക്കങ്ങളുമൊക്കെ ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തെർമൽ ഇമേജ് ഒരു പക്ഷേ അത്തരം പരിശോധന അതിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങൾ നൽകും എന്ന് കരുതിയത്. മനുഷ്യ സാന്നിധ്യം അതിലുണ്ടോ എന്നുകൂടി ഈ ഡ്രോൺ പരിശോധന ആ റിസൾട്ട് നമുക്ക് നൽകും എന്ന് നമ്മൾ അറിഞ്ഞതും നമ്മൾ ആ ചോദ്യം ചോദിച്ചതുമൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ വിവരം വരുന്നത്. അത് രണ്ട് സാധ്യതകൾ തന്നെയാണുള്ളത്. നേരത്തെ വേണു പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, അതോ അതിൽ അദ്ദേഹം ഇല്ല എന്നതാണോ? അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമോ നമുക്ക് കിട്ടുമെന്ന് കരുതാം. അതിനുവേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ, ഒരു സാധാരണ മനുഷ്യർക്ക്, ഒരു കോമൺ മാൻ ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്ന വിഷയമല്ല. അതിൽ സാങ്കേതിക തികവാർന്ന വിവരങ്ങൾ പറഞ്ഞ് അപഗ്രഥിക്കാൻ ശേഷിയുള്ള ആളുകൾ തന്നെ അത് വിശദീകരിക്കേണ്ടതാണ്. എന്താണ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത്, എന്താണ് അവരുടെ വിശകലനം, അവരെത്തുന്ന നിഗമനം എന്താണ് എന്നത്. അതിൽ ഈ പറയുന്ന 5 മണിക്കോ 6 മണിക്കോ നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, അവർക്കത് വിശദീകരിക്കാൻ കഴിയുമെന്ന് കരുതാം. അല്ലെങ്കിൽ രാത്രിയിൽ അവർ കുറെ കൂടി മെച്ചപ്പെട്ട മറ്റൊരു അറ്റ്മോസ്ഫിയറിൽ നടത്താൻ പോകുന്ന തുടർ പരിശോധനയിൽ അതിൽ കുറെ കൂടി വ്യക്തത വരുമെന്ന് കരുതാം. ശരി, ഷഫീദ് റാവുത്തറും തുടരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ ഷഫീദ് പറഞ്ഞല്ലോ ഈ പല ലോഹ സാന്നിധ്യങ്ങളുടെയും സൂചനകൾ വേണമെങ്കിൽ ലഭിക്കാമെന്ന്. ഐബോർഡ് പരിശോധന കുറെ കൂടെ സമഗ്രമല്ലേ? ഇപ്പോൾ നേരത്തെ ആർമിയുടെ ഈ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നോമീറ്റർ ഉണ്ട്, അതുപോലെ നേവിയുടെ സോണാർ സ്കാനിംഗ് ഉണ്ട്, ISROയുടെ സാറ്റലൈറ്റ് ഇമേജസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതുവരെ നടന്നിരുന്ന പരിശോധനകൾ. അതിലൊക്കെ ഇത്തരം പഴുതുകൾ ഉണ്ടാകാം. പക്ഷേ ഐബോർഡ് പരിശോധനയുടെ പ്രത്യേകതയായി പറയപ്പെട്ടിരുന്നത് അത് ഡ്രോൺ ഉപയോഗിച്ച് ഐബോർഡിലൂടെ സൂക്ഷ്മമായി റേഡിയോ സിഗ്നലുകൾ കൊടുത്തുകൊണ്ട് കൃത്യമായ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വിശദാംശങ്ങൾ എടുക്കുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിലയിരുത്തലിലൂടെ സൂക്ഷ്മമായി പരിശോധിച്ചെടുക്കുന്നു എന്നതാണ്. അതുകൊണ്ട് കാര്യമായ പിഴവുകളില്ല. ഇതൊരു അന്തിമ തീർപ്പിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകളാണോ വരുന്നത്? വേണു, നമുക്ക് ഇക്കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഈ തരുന്ന വിവരം അത് നമ്മൾ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദൗത്യസംഘം പറയുന്നത് സാധ്യതകൾ ഇനിയുമുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഈ റഡാർ സിഗ്നലുകളും റേഡിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുന്ന പരിശോധനയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അതിൽ ചുറ്റുപാടുകൾക്ക്, സറൗണ്ടിങ്സുകൾക്ക് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. പ്രത്യേകിച്ച്
ഈ റേഡിയോ സിഗ്നൽസുകളാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയി കിട്ടണം എന്നൊന്നുമില്ല ചില സമയത്ത് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊരു വിദഗ്ധൻ അതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രോൺ പരിശോധന നടത്തിയ ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ കാര്യങ്ങൾ വിശദീകരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അവർ നൽകിയിട്ടുള്ള ഔദ്യോഗിക വിവരമാണ്. ആ വിവരത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അതിൽ നിലവിൽ ഇപ്പോൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശേഷിയുള്ള സിഗ്നൽ ട്രാൻസ്റിസീവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷെ എന്നിട്ട് കൂടി ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനോ ആ ചിത്രങ്ങൾ കാര്യമായ രീതിയിൽ പകർത്താനോ നേരത്തെ റഡാറും സോണാർ ഷഫീദ്, മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്ന് പറയുന്നതാണോ ശരി? ഈ പരിശോധനയിൽ സജീവമായി അവിടെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടുണ്ടാകില്ല, ഒരുപക്ഷെ അല്ലാത്ത രൂപത്തിലുണ്ടാകാം. അതല്ലെങ്കിൽ ഈ ക്യാബിൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നാം ഈ കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്ന സ്ഥലത്ത് അർജുൻ ഉണ്ടാകില്ല. അങ്ങനെ രണ്ട് സാധ്യതകളല്ലേ മുന്നിലുള്ളത്? ഉറപ്പായും അതിൽ കുറച്ചുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത് സജീവമായ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അവരുടെ അവർ നമുക്ക് കൈമാറിയിരിക്കുന്ന ഒരു 2 വരിയാണ്. ആ 2 വരിയിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ പരിശോധന നടത്തിയപ്പോൾ ഡിഡ് നോട്ട് റിവീൽ എനി സിഗ്നേച്ചർ ടു ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് ബോഡി ഹീറ്റ്. അതായത് അവർ നടത്തിയ പരിശോധന അത് ഈ തെർമൽ ഇമേജിംഗ്, ഡ്രോൺ മൗണ്ടഡ് തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ചൂടടക്കമുള്ള കാര്യങ്ങൾ പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കണ്ടെത്തൽ ഉണ്ടാകാൻ കഴിയുന്ന ഒരു കണ്ടെത്തൽ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മളിപ്പോൾ ഈ പറയുന്ന സജീവമായ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്ത അത് മലയാളികളെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് മുൻപും പലതവണ നമ്മൾ ആ സർവൈവൽ ചാൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ വരുന്നതാണ്. പക്ഷേ നമുക്കത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പ്രസൻസ് ഓഫ് ബോഡി ഹീറ്റ് അത് ഇല്ല എന്നവർ ഉറപ്പിക്കുന്നുണ്ട്. അത് ഈ നിമിഷത്തെ അല്ലെങ്കിൽ ഈ മൊമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് കൈമാറാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. വേണു ഷഫീദ്, ഇപ്പോൾ ഈ ഐബോർഡ് പരിശോധനയുടെ പ്രത്യേകതയായി പറയപ്പെടുന്ന മറ്റൊരു കാര്യം, അത് ചെളിയൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് എങ്കിൽ 20 മീറ്റർ വരെയുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിയും. അതല്ല വെള്ളം, അതുപോലെ തന്നെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലം, അത്തരം മേഖലകളിലൊക്കെ ആണെങ്കിൽ 70 മീറ്റർ വരെ ഉള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ചളി മൂടിയൊരു സ്ഥലമാണ്, 20 മീറ്റർ ആഴത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിയും. അർജുന്റെ ട്രക്ക് എന്തായാലും 20 മീറ്റർ താഴെയാണ് എന്ന വിലയിരുത്തലല്ല, അതിനേക്കാൾ കുറഞ്ഞ രൂപത്തിലായിരിക്കും കിടക്കുന്നതെന്നാണ് ഇതിനോടകമുള്ള സൂചനകൾ. അങ്ങനെ വരുമ്പോൾ ഈ ഐബോർഡ് പരിശോധനയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത് ആധികാരികമാണ് എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതല്ലേ? വേണു, ആധികാരികം തന്നെയാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, സാങ്കേതിക കുറവുകൾ, ഇന്റർഫിയറൻസ് അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അത് അവർ തന്നെ വിശദീകരിക്കാമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സോണാർ, അതേപോലെ തന്നെ റഡാർ സിഗ്നലുകൾ, അത് മുൻപ് നമ്മൾ റിസീവ് ചെയ്ത് പരിശോധിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിച്ചിട്ടുള്ള ആ സിഗ്നലുകളെക്കാൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് ഈ ഡ്രോൺ പരിശോധന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരം, അതായത് മനുഷ്യ സാന്നിധ്യമില്ല അല്ലെങ്കിൽ സജീവമായ മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ള വിവരം, അതൊരു വലിയ വിവരമായി തന്നെ നമുക്ക് ഇപ്പോൾ അറിയിക്കാൻ കഴിയും. അത് മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഈ റെസ്ക്യൂ സംഘം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു വിവരം അവർ പങ്കുവയ്ക്കും. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ സ്ക്യൂബ സംഘം ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എന്ത് നീക്കം എന്നുള്ള കാര്യം അവർ പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻ അത് ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആ ഡ്രോൺ പരിശോധനയിൽ ആ പ്രദേശത്ത്, അതായത് സ്പോട്ട് ചെയ്ത 3 പ്രദേശത്തും നിലവിൽ ഈ കഴിഞ്ഞ ദിവസം ഈ റഡാർ സോണാർ പരിശോധനയിൽ കിട്ടിയ സിഗ്നൽ അനുസരിച്ച് നമ്മൾ കണ്ടെത്തി ട്രക്ക് എന്ന് നമ്മൾ സ്ഥിരീകരിച്ച ആ പ്രദേശത്ത് സജീവമായ മനുഷ്യ സാന്നിധ്യമില്ല. അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ബോഡി ഹീറ്റ്, ശരീരത്തിന്റെ ചൂട് അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അതിനുമപ്പുറത്തേക്ക് അതിൽ സാങ്കേതികമായ സ്ഥിരീകരണം ഉണ്ടാകണം. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് പരിമിതമായ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രദേശത്ത് സജീവമായ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പിക്കുകയാണത് നമ്മളെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്യും. മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് ദൗത്യ സംഘം. ശരി, ഷഫീദ് റൌത്തറാണ് തത്സമയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് ഒട്ടും ശുഭകരമല്ല. ഈ ട്രക്ക് ചളിയിൽ മൂടിക്കിടക്കുകയാണ്. അതിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. അർജുൻ ഉണ്ടാകാം, പക്ഷേ ഇതുവരെ ലഭിക്കുന്ന ഐബോർഡ് പരിശോധനയിൽ നിന്ന് വരുന്ന സൂചനയായി കിട്ടുന്നത് സജീവ മനുഷ്യ സാന്നിധ്യമില്ല ട്രക്കിനകത്ത് എന്നാണ്.